ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. നമ്മുടെ നീറ്റ് 2024 ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ നീറ്റ് 2025 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നീറ്റ് 2024 നമ്മൾ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് നിങ്ങൾ നീറ്റ് 2025 ഏതൊക്കെ സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയടാ. ലൈക്ക് ഓരോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സും അവരുടെ കുട്ടികളുടെ എക്സ്പെക്റ്റഡ് മാർക്സ് വെച്ചിട്ട് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രൊവിഷണൽ ഫോം നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓൾമോസ്റ്റ് ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റിസൾട്ട് പറഞ്ഞ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് പഠിത്താണ് കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നത്. ആക്ച്വലി ഞങ്ങളത് MBBS പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷനായി. കാരണം 700+ തന്നെ നമ്മുടെ കേരളത്തിൽ ഏകദേശം 150 to 200 റേഞ്ചിൽ കുട്ടികൾ, ഏകദേശം 180-200 റേഞ്ചിൽ കുട്ടികൾ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞപ്പം സത്യം പറയുകയാണെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് നീറ്റ് 2022 എൻ്റെ മാർക്ക് 690 ആയിരുന്നു. അന്നത്തെ കേരള ടോപ്പറിൻ്റെ മാർക്ക് 701 ആയിരുന്നു. ലൈക്ക് 690 മാർക്സ് ഇട്ടിട്ട് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് കേരള റാങ്ക് 18 ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തവണ 690 മാർക്ക് കിട്ടിയൊരു കുട്ടിയുടെ കേരള റാങ്ക് 350 to 400 റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി നീറ്റ് 2024 പേപ്പർ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ടാണോ അതോ കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് 2021 4 വർഷത്തെ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് 2021 കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് അത്യാവശ്യം ഫിസിക്സിൽ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നന്നായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ലത് മീൻസ് അത്യാവശ്യം ഒരു ഡിഫിക്കൾട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിന് ചോദിച്ചായിരുന്നത്. പിന്നെ ബയോളജി നല്ല ഈസി ആയിരുന്നു. കെമിസ്ട്രി ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ആ വർഷം എനിക്ക് ഓർമ്മയിൽ ലൈക്ക് 3 കുട്ടികൾക്കായിരുന്നു എയർ 1, അതായത് 720 720 കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് 700+ ഒക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം, അതായത് നീറ്റ് 2022 ഞാനൊക്കെ എഴുതിയ നീറ്റ് എക്സാം എനിക്ക് 690 കിട്ടിയെന്ന് പറഞ്ഞത്. ആ എക്സാമിൽ ആക്ച്വലി കേരളത്തിൽ നിന്ന് 700+ മാർക്സ് 2-3 കുട്ടികൾക്ക് എങ്ങാണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ലൈക്ക് ഓൾ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എയർ 1 പോലും 720 ആയിരുന്നില്ല, ഫുൾ മാർക്ക് ഉണ്ടായിരുന്നില്ല ആർക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു വെച്ചാൽ ഫിസിക്സ് നല്ല എളുപ്പമായിരുന്നു, കെമിസ്ട്രി അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു, മോഡറേറ്റ് എന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം എളുപ്പമായിരുന്നു. നമ്മളെ കുറച്ച് കുഴപ്പിച്ചത് ആക്ച്വലി ബയോളജി ആയിരുന്നു. ബയോളജിയിൽ NCERT ഡയറക്റ്റ് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഒരുമാതിരി അസേർഷൻ റീസണൊക്കെ മാറി നമ്മളെ കുഴപ്പിക്കുന്ന രീതിക്ക് ലൈക്ക് ഈ ഓപ്ഷനാണോ ആ ഓപ്ഷനാണോ എന്ന് ഭയങ്കര ഡൗട്ട് തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പറായിരുന്നു അത്, ബയോളജിയുടെ പേപ്പർ. അപ്പം അന്ന് കുറേ കുട്ടികൾക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, യൂഷ്വലി നമ്മളെപ്പോഴും ബയോളജി സിമ്പിൾ, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബയോളജിയാണ് ഒരു 90% കുട്ടികളും സിമ്പിൾ എന്ന് പറയാം. അപ്പോൾ ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളൊക്കെ നമ്മുടെ ബയോളജി പേപ്പർ നല്ല ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ബയോളജി കംപ്ലീറ്റ് ആക്കാൻ തന്നെ ഒരു 1 hour+ എടുത്തു. ഓൾമോസ്റ്റ് ഒരുപാട് കുട്ടികൾ പറഞ്ഞ കാര്യമായിരുന്നു ഇത്. 1 hour+ എടുത്തു. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരുന്നെങ്കിൽ കൂടെ ഈ ബയോളജി നല്ല ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കുറേ പേരും എന്നാൽ നമുക്ക് ആദ്യം എഴുതിയ പേപ്പർ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത് അടുത്ത 2 സബ്ജക്റ്റ് ആകുമ്പം മെൻ്റലി നമ്മളൊന്ന് ഡൗൺ ആവില്ല, അയ്യോ ഇത്തവണത്തെ നീറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷേ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അധികവും ഫിസിക്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ വർഷം ഞാൻ ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജി. ആ രീതിക്ക് പോയപ്പം എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും നല്ല എളുപ്പമായതുകൊണ്ട് ലാസ്റ്റിലോട്ട് ബയോളജിക്ക് കുറേ സമയം അതിനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ നീറ്റ് 2023 പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 സബ്ജക്ട്സും, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3ഉം അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആൻഡ് ചിലതൊക്കെ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ രീതിക്കായിരുന്നു. ഇനി നീറ്റ് 2024 പറ്റി പറയുകയാണെങ്കിൽ ഞാനായിട്ട് പേപ്പറൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷേ കുറേ കുട്ടികളുടെ, അതായത് നീറ്റ് 2024 എഴുതി നോക്കിയ കുട്ടികളുടെ റിവ്യൂസൊക്കെ കേട്ട സമയത്ത് അതിൽ കുറേ പേര് പറയുന്നുണ്ട് കമ്പയർ ടു ലാസ്റ്റ് 3 years, അതായത് 2022, 23, 24 ഇത് വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് കുറച്ചുകൂടെ ഒരു ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കി രണ്ടും ബയോളജിയിൽ സുവോളജി നല്ല എളുപ്പമായിരുന്നു, ബോട്ടണി കുറച്ചൊന്ന് സമയം എടുത്തു എന്നുള്ള രീതിക്കൊക്കെ ഞാൻ റിവ്യൂസിൽ കേട്ടു.
എനിക്ക് കറക്റ്റ് അറിയില്ല. കെമിസ്ട്രിയും അത്യാവശ്യം നല്ല ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എന്നാണ് കേട്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ റിസൾട്ട് അറിഞ്ഞപ്പം ശരിക്കും ഭയങ്കര പഠിത്തമാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നതെന്ന് മനസ്സിലായി. ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു വേൾഡിലേക്കാണ് നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് പോകണം, നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുട്ടികളൊക്കെ എൻ്റർ ചെയ്യാൻ പോകുന്നത് അത്രയ്ക്കും കോമ്പറ്റീഷനുള്ള ഒരു വേൾഡിലോട്ടാണ്. സത്യം പറയുക, ഈ നീറ്റിൻ്റെ മെയ് 5-ാം തീയതി റിസൾട്ടല്ല, എക്സാം കഴിഞ്ഞിട്ട് ഈ എക്സ്പെക്റ്റഡ് മാർക്കൊക്കെ വെച്ചിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ റിസൾട്ട് പറയുമല്ലോ, എക്സ്പെക്റ്റിംഗ് റിസൾട്ട്. അത് പറഞ്ഞ ദിവസം ആക്ച്വലി ഞങ്ങൾ മെഡിക്കൽ കോളേജിലത്തെ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. എന്തൊരു പഠിത്തമാണ് നമ്മുടെ ജൂനിയേഴ്സൊക്കെ പഠിക്കുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു. ആക്ച്വലി നമുക്ക് പേടിയായി, കാരണം എം ബി ബി എസ് കഴിഞ്ഞിട്ട് നമുക്ക് പി ജിക്ക് വേണ്ടിയിട്ട് എഗെയിൻ ഇതുപോലൊരു കോമ്പറ്റീറ്റിംഗ് എൻട്രൻസ് എക്സാം ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് നെക്സ്റ്റ് എക്സാം ആയിരിക്കും. നീറ്റ് പി ജി മാറ്റിയിട്ട് നെക്സ്റ്റ് ആവാനായിരിക്കും ചാൻസ് ഞാനൊക്കെ എത്തുമ്പോഴേക്ക്. അപ്പം അതിനൊക്കെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ എന്നുള്ള നമുക്ക് ശരിക്കും പേടിയായി. കാരണം നമ്മുടെ ചുറ്റിലുള്ള ഓരോ കുട്ടികളും ബേസിക്കലി എല്ലാവരും മനസ്സിലാക്കുകയാണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമ്മളിപ്പം ഏത് നിലയിലായിക്കോട്ടെ, അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന നിലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യലി ഒക്കെ ഭയങ്കര തകർന്നിരിക്കണ സമയമായിക്കോട്ടെ, ഇങ്ങനെ എല്ലാ അവസ്ഥകളിൽ നിന്നും നമ്മളെ മാറ്റാൻ പറ്റുന്ന, നമ്മുടെ സറൗണ്ടിങ്സിനെ മാറ്റാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ. നമ്മളെ മെൻ്റലി നമ്മളെ എത്തിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു തിങ്ങാണ് എഡ്യൂക്കേഷൻ. അത് ഏറ്റവും നമ്മുടെ കൺട്രിയിലുള്ള, അല്ലെങ്കിൽ മൊത്തം വേൾഡിലുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ, അത്രയും നമ്മൾ ഗ്രോ ചെയ്യും. അപ്പം ആക്ച്വലി എല്ലാവരും മനസ്സിലാക്കുകയാണ് ഈ ഒരു പവർ ഓഫ് എഡ്യൂക്കേഷൻ. നല്ല കരിയറിലെത്താൻ, നല്ലൊരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ ഈ നല്ലൊരു കോഴ്സ്, UG കോഴ്സ്, അതിപ്പോൾ MBBS ആയിക്കോട്ടെ, IIT NIT പോലെയുള്ള, അല്ലെങ്കിൽ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യയിലൊക്കെ പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങളിൽ നിന്നെടുക്കുന്ന UG ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അത്രയും വാല്യുബിൾ ആണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ എല്ലാവരും ആ ഒരു കുഞ്ഞു പ്രായം തൊട്ടേ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നീറ്റ് 2025 ഇതിനേക്കാളും കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അതായത് ഇത്തവണ 25 lakhs ഓഫ് സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയതെങ്കിൽ അടുത്ത വർഷം അത് 28 or 29 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പം നീ 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ എടുത്ത് പഠിക്കേണ്ട സമയം അതായിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ആവറേജ് രീതിക്ക് പഠിച്ചു പോയ കുട്ടി, അതേ കുട്ടി ഈ ഒരു സമയത്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അന്നെടുത്ത എഫേർട്ടിനേക്കാളും ലിറ്റിൽ മോർ എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം കോമ്പറ്റീഷൻ കൂടി വരികയാണ്. വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, യൂഷ്വലി നമ്മൾ ഫിസിക്സ് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടഫാക്കാൻ നോക്കിയാലും, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഇൻക്ലൂഡ് ചെയ്ത് ലെങ്തിയ ക്വസ്റ്റ്യൻസ് വെക്കാൻ നോക്കിയാലും, അത് കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങും. കാരണം എന്താ, നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ദ ഇയർ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയം മുഴുവൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. കാരണം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. പിന്നെ കുട്ടികളുടെ IQ ലെവൽ കൂടുന്നതാണോ എന്നറിയില്ല, എല്ലാവരും ഫിസിക്സിന് എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്താലും നീറ്റിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല മാർക്ക് അവർക്ക് നേടാൻ പറ്റും. എന്നാൽ ബയോളജി കുറച്ച് അസേർഷൻ റീസൺ, അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന രീതിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് പൊതുവെ മാർക്ക് കുറഞ്ഞ് കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇന്നൊരു പാറ്റേണിലായിരിക്കും അടുത്ത വർഷം ഫിസിക്സ് എളുപ്പമായിരിക്കും, ബയോളജി ടഫായിരിക്കും, അല്ലെങ്കിൽ ബയോളജി എളുപ്പമായിരിക്കും, കെമിസ്ട്രി ടഫ്, ഇങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വീക്ക് പോർഷൻ ഇല്ലാത്ത രീതിക്ക് അടുത്തൊരു വർഷം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ്, ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ചേരാൻ പോകുന്ന സ്റ്റുഡൻസ്, ഇവരൊക്കെ ആ രീതിക്ക് ശ്രദ്ധിച്ച് പഠിച്ചു പോവുക.
നല്ല കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മളും നമ്മളുടേതായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ ഒരു രീതിക്കുള്ള കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് യൂത്തായിട്ട്, ലൈക്ക് ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു യൂത്ത് ഫേസിലെത്തി, നിങ്ങളൊക്കെ ഇപ്പോഴും അഡോളസൻസ് ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ 25, 28 ഒക്കെ ആവുന്ന സമയത്തൊക്കെ മേ ബി ആ ഒരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ PSC എക്സാംസ് അങ്ങനെയൊക്കെ ഓരോ എക്സാംസൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ഇതിലും കോമ്പറ്റീഷൻ ആയിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരിക. അപ്പം ഇപ്പോഴേ ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ നോക്കുക, നന്നായിട്ട് പഠിക്കുക, നമ്മളൊക്കെ കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നീറ്റ് 2025 റിലേറ്റഡോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നീ 2025 എയിം ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കോളുക, നല്ല കട്ടയ്ക്ക് പഠിച്ചോളുക. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷനാണ് മക്കളെ. നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ചിട്ട് തരുന്ന രീതിക്ക് അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, കാരണം നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഒരു മിനിറ്റ് വേറെ ആൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, അവർ നിങ്ങളെക്കാളും റാങ്ക് കൂടുതലെത്തും. അപ്പം അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ടാറ്റ.